ആലപ്പുഴ കരുവാറ്റയിലെ കൗമാര കൊലപാതകത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അപേക്ഷ നൽകും. കൊട്ടേഷൻ നൽകിയ 13-കാരിയെ വൈദ്യപരിശോധനയ്ക്കും കൌൺസിലിംഗിനും വിധേയമാക്കാനും കോടതിയുടെ അനുമതി തേടും. പെൺകുട്ടിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു കേസാണിത്. എങ്ങനെ പോകുന്നു അന്വേഷണം? അശ്വതി, സമാനതകളില്ലാത്ത കുറ്റകൃത്യമെന്ന് പറയേണ്ടി വരും. മലയാളികൾ മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു കുറ്റകൃത്യമാണ് ആലപ്പുഴ ഹരിപ്പാടുള്ള കരുവാറ്റയിൽ നിന്നും കഴിഞ്ഞ ദിവസം കേട്ടത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഒരു 13 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ 13 വയസ്സുള്ള 3 സുഹൃത്തുക്കളെ കൊണ്ട് സ്വന്തം ബന്ധുവായ ഒരു വയോധികനെ കൊലപ്പെടുത്തുന്നു എന്നത് അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെല്ലാവരും തന്നെ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ 3 കുട്ടികൾ, അതായത് ഈ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്ന് ആ വീട്ടിൽ വന്ന് കൊല നടത്തിയ ആ 3 ആൺകുട്ടികൾ, അവരെ വിശദമായി തന്നെ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഒരു അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾ പറഞ്ഞത്, ഈ പെൺകുട്ടി അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ തനിക്ക് നേരെ ബാഡ് ടച്ച് അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കൗൺസിലിങ്ങിനടക്കം വിധേയമാക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആൺകുട്ടികൾ, അവർ ഈ കൃത്യം നടത്തുമ്പോൾ രാസലഹരി അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ചില സൂചന കൂടി പോലീസിനുണ്ട്. അതിൻ്റെ ചില തെളിവുകളൊക്കെ തന്നെ ആ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള വിശദമായ പരിശോധനയിലേക്ക് കടക്കാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി ഇത്തരത്തിൽ പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ആ മൊഴികൾ കൃത്യമായി ക്രോഡീകരിച്ച് വീണ്ടും കൗൺസിലിങ്ങിലൂടെ പെൺകുട്ടിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. എന്തായാലും പോലീസ് ഇതിൽ ഏറെക്കാലത്തെ ഒരു ആസൂത്രണത്തിലൂടെയാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്തായാലും ആദ്യം ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം ആ കുട്ടികൾ വിശദമായി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിനും മറ്റും വിധേയമാക്കി ആ പെൺകുട്ടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള ഒരു വഴി. ശരി, അങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.